കേരളത്തിന്റെ GDP 10 വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചതിനു പിന്നിൽ പ്രധാനമായും താഴെ പറയുന്ന കാരണങ്ങളാണുള്ളത്. 1. സേവനമേഖലയിലെ കുതിച്ചുചാട്ടം. ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് സേവനമേഖലയാണ്. ടൂറിസം, ബാങ്കിംഗ്, I2T, IT, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലുണ്ടായ വൻ വികസനം GDP ഉയരാൻ പ്രധാന കാരണമായി. പ്രത്യേകിച്ചും IT പാർക്കുകളുടെ വിപുലീകരണവും വിനോദസഞ്ചാര മേഖലയിലെ പുതിയ പദ്ധതികളും വലിയ വരുമാനം നൽകി. 2. പ്രവാസി വരുമാനം, റിമിറ്റൻസസ്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന പ്രധാന ഘടകം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള പ്രവാസി മലയാളികൾ അയക്കുന്ന പണമാണ്. ഈ പണം വിപണിയിലെ ഉപഭോഗം, കൺസംഷൻ വർദ്ധിപ്പിക്കുകയും വീട് നിർമ്മാണം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ വലിയ ചലനമുണ്ടാക്കുകയും ചെയ്യുന്നു. 3. ഉപഭോഗ സംസ്കാരം, ഹൈ കൺസംഷൻ സ്റ്റേറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപഭോഗനിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ജനങ്ങളുടെ വാങ്ങൽ ശേഷി, പർച്ചേസിംഗ് പവർ വർദ്ധിച്ചതോടെ വാഹനങ്ങൾ, ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ തുടങ്ങിയവയുടെ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. ഇത് GST വരുമാനത്തിലും GDPയിലും പ്രതിഫലിച്ചു. 4. അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ദേശീയപാത വികസനം, NH66, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ വലിയ പദ്ധതികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക ചലനമുണ്ടാക്കുകയും ചെയ്തു. കിഫ്ബി, KIIFB വഴി നടപ്പിലാക്കിയ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ വികസനവും ഇതിലുൾപ്പെടുന്നു. 5. ആഭ്യന്തര ഉൽപ്പാദനത്തിലെ മാറ്റങ്ങൾ, മാനുഫാക്ചറിംഗ് ആൻഡ് MSMEs. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് MSMEs സർക്കാർ നൽകിയ പ്രോത്സാഹനം ഉൽപ്പാദന മേഖലയിൽ ഉണർവുണ്ടാക്കി. സംരംഭക വർഷം പോലുള്ള പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്തേകി. 6. ഉയർന്ന പ്രതിശീർഷ വരുമാനവും ജീവിത നിലവാരവും. കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതോടെ ആരോഗ്യ സംരക്ഷണം, ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കാൻ തുടങ്ങി. ഇത് GDP വളർച്ചയെ സഹായിച്ചു. 7. വിലക്കയറ്റവും നാമമാത്ര GDPയും. നോമിനൽ GDP ഗ്രോത്ത്. GDP കണക്കാക്കുമ്പോൾ നിലവിലെ വിപണി വിലയെക്കൂടി മാർക്കറ്റ് പ്രൈസ് അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്. 10 വർഷത്തിനിടയിലുണ്ടായ സ്വാഭാവികമായ വിലക്കയറ്റവും ഇൻഫ്ലേഷൻ GDP തുക ഉയരാൻ ഒരു കാരണമാണ്. ചുരുക്കത്തിൽ സേവന മേഖലയിലെ ആധിപത്യവും പ്രവാസി വരുമാനവും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകിയ ഊന്നലുമാണ് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ഇത്രത്തോളം വളർത്തിയത്.